ഹലോ. ഇത്ര പേർക്ക് നാളികേരം എന്തിനാ ഉടച്ച് വെച്ചേക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? പായസം വെക്കാനാണോ? അല്ല. പിന്നെ എന്ത് പലഹാരം ഉണ്ടാക്കാനാണെന്നല്ലേ വിചാരിക്കുന്നത്? അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്നത്തെ പരിപാടി അവലോസ് പൊടി വറുക്കാനായിട്ടാ. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരണേ, സ്കൂളൊക്കെ തുറക്കാനല്ലേ പോണേ. അപ്പോൾ അതിന് മുന്നേ അവലോസ് പൊടിയൊക്കെ ഒന്ന് വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഒരു 3 കിലോ പച്ചരിയാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ ചിരകിയെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ ചിരകി കവറിലാക്കിയിട്ടുണ്ട്. ഒരു 9 അല്ലെങ്കിൽ 10 ഒക്കെ തന്നെ നാളികേരം എടുക്കാം. 3 കിലോ ആയിരിക്കും. നാളികേരത്തിൻ്റെ അളവ് കൂടിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, പക്ഷേ കുറയരുത്. അങ്ങനെ എൻ്റെ കൈ അവിടെയൊക്കെ ആയിട്ട് നാളികേരം ചിരകുന്നതിൻ്റെ ഇടയിൽ ചിരവേമ കൊണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിന് പാവൻ്റെ അമ്മ വന്നിട്ട് നീ മാറി ഞാൻ ചിരകാന്ന് പറഞ്ഞിട്ട് നാളികേരം ചിരകി കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടാൽ അറിയുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കാം. അപ്പോൾ അതേ അരി കുതിർന്നപ്പോൾ നമ്മൾ വെള്ളം വാലാനായിട്ട് ഒരു കൊട്ടയിൽ അരി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കവറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അധികം ജീരകം ഇഷ്ടമല്ല കേട്ടോ, അപ്പം ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ജീരകമൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ അളവ്. അതേപോലെ തന്നെ ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പിടാൻ പാടുള്ളൂ, കാരണം അവലോസ് പൊടിയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കയറി പിടിക്കും. ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അരി പൊടിപ്പിക്കുന്ന മില്ലിലെത്തി. അപ്പം തന്നെ ഒട്ടും തിരക്കുണ്ടായില്ല കേട്ടോ. ആ ചേട്ടൻ അപ്പം തന്നെ പൊടിച്ചെന്നു കേട്ടോ അരി. പിന്നെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാം അവലോസ് പൊടി വറുക്കാൻ പോകുന്നത് ഈ മില്ലിലാട്ടോ. അപ്പം ഞാൻ അരി പൊടിച്ച് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കവറിൽ നാളികേരം ജീരകമൊക്കെ ഇട്ടുണ്ടായിരുന്നില്ലേ, അത് അരി പൊടിച്ച് തന്നപ്പോൾ അത് കൂട്ടി കുഴച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മിക്സാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ മിക്സാക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ മിക്സാക്കി കൊടുത്തോളും. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്സാക്കി കൊടുത്തിട്ട് വന്നാൽ മതിയെന്ന്. നല്ല പരിചയമായിട്ടാണ് നമുക്കിവിടെ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ. അപ്പോൾ ഞാൻ തിരുമ്പുമ്പോൾ ശരിയാവാത്തപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെയാണ് കൈ വെച്ച് ഇങ്ങനെ തിരുമ്മാന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഇതേമാതിരി ആയിട്ടാ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിട്ടും, അതിന് വേണ്ടിയാട്ടാ. അല്ലെങ്കിൽ കൂടുതൽ കട്ടയുണ്ടാവും നമ്മൾ കുഴയ്ക്കുമ്പോൾ. അതിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ തിരുമ്മണം. അങ്ങനെ കുറച്ച് നേരം നന്നായി കൂട്ടിക്കുഴച്ച് ഉപ്പൊക്കെ നോക്കി, അധികം ഉപ്പൊന്നുമില്ല, കൂടിപ്പോയാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് കുഴച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകും കേട്ടോ. പിന്നെ ഇത് റെഡി ആയി കഴിയുമ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മളെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൂടെ സുഡുവാണ് വന്നിരിക്കുന്നത്. സുഡു വീഡിയോ എടുക്കുന്ന കാരണമാണ് ഇത്ര പെർഫെക്ഷൻ ഇല്ലാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പോരുന്ന വഴിക്ക് അവന് അപ്പുറത്തെ കടയിൽ നിന്ന് സിപ്പപ്പും ഫ്രൂട്ട് സലാഡൊക്കെ വാങ്ങിച്ചു. കൂടെ ഒരു മെറീൻ്റെയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ പോയി. പിന്നെ 4 മണി 3 മണിയപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് പോയി അവലോസ് പൊടിയൊക്കെ വാങ്ങിച്ചു. ഇതാക്കണ്ട, നമ്മൾ വീട്ടിൽ വറുക്കുന്ന അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. എന്തിനാ വെറുതെ വീട്ടിൽ നിന്ന് ചക്കായം കൊണ്ട് ഇളക്കി കൈയിൻ്റെ വരൊക്കെ കളയുന്നത്. അപ്പോൾ അത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് അവലോസ് പൊടി വറുക്കാൻ പറ്റുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, സെയിം വീട്ടിലുണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അവലോസ് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.